ഇന്ന് എൻ്റെ വീട്ടിലൊരു പ്രത്യേകതയുണ്ട്. അതായത് എനിക്ക് 2 മക്കളാണല്ലോ, ഒരു മോനും ഒരു മോളും. മൂത്തതാണ് മോൻ. അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഡിസംബർ 21-ാം തീയതി. അപ്പം ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല. ഇന്നലെ അനിയത്തിയുടെ വീട്ടിലെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവിടുത്തെ നെയ്ച്ചോറും കറികളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിങ്ങ് കൊണ്ടുവരും കുറച്ച്. പിന്നെ അതുകൊണ്ട് ഞാൻ ബിരിയാണി വെക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അത് ചെയ്യുന്നില്ല. അതുണ്ടല്ലോ, ചോറും ബീഫ് മാത്രം ഉണ്ടാക്കിയാൽ മതി. പിന്നെ എന്തെങ്കിലും ഒത്തിരി അതിനാകുമ്പോൾ വേറെ കറികളൊന്നും നമുക്ക് വേണ്ടല്ലോ. പായസം ഉണ്ടാക്കുകയാണേ. അപ്പോൾ ഞാൻ പാൽ തിളപ്പിക്കാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ വെക്കുന്ന ഒരു സേമിയാണ്. എല്ലാവരും വെക്കുന്ന പോലെ തന്നെ ഞാനും വെക്കുന്നത്. എങ്കിലും എൻ്റേതായിട്ടുള്ള സ്റ്റൈൽ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പാൽ തിളക്കട്ടെ നന്നായിട്ട്. പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സേമി ഇട്ട് കൊടുക്കാനകത്തേക്ക്. വറുത്ത സേമിയാണിത്. കുറച്ച് വെച്ചാൽ മതി, ആരുമില്ലല്ലോ. ഞങ്ങൾ 2 പേരും കൊണ്ട് കുറച്ച് അനിയത്തിയുടെ വീട്ടിലേക്ക് കൊടുത്തു വിടണം. ഇത് മതിയായിരിക്കും സേമിയ. ഇളക്കി നോക്കട്ടെ എത്ര ഉണ്ടാവും എന്നുള്ളത്. കുറച്ചുകൂടി ഇടാം. തികയാതെ വരട്ടെ, നല്ല ഒരിളക്ക് കൊടുത്ത് വിടുമ്പോൾ. അപ്പോൾ അത് മതി. അപ്പോൾ അത് ഇങ്ങോട്ടൊന്ന് വേവട്ടെ ഇടാം. സേമിയ വെന്ത് കഴിയുമ്പോഴേ നമുക്ക് പഞ്ചസാര ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സേമിയയുടെ വേവൽ അവിടെ കൊണ്ട് നിന്ന് പോകും. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാനിപ്പോൾ നോക്കട്ടെ ഇതെങ്ങനെയുണ്ടെന്ന്. മധുരം കൂടിയാലും പ്രശ്നമാണല്ലോ. ഇതിപ്പം 3 കവറ് പാൽ ഒഴിച്ചാണ്. ഇതിപ്പോൾ 3 കവറ് പാൽ കൊണ്ട് ഒന്നും ആയിട്ടില്ല. ഒന്നും ആയിട്ടെന്ന് വെച്ചാൽ കുറുകിപ്പോയി കണ്ട. അപ്പം ഇനി പാലൊഴിച്ച് നീട്ടണം. ഇതിനകത്ത് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കാനുണ്ട്. ഇത് മധുരം ഉണ്ടാകും നോക്കട്ടെ. മധുരം ഇല്ല, മധുരം പോരാ. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണേ. മിൽക്ക് മെയ്ഡിൻ്റെ പാത്രം കൂടെ ഒന്ന് നമുക്ക് കഴുകി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പായസത്തിൻ്റെ ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്കിത് കുടിച്ചാൽ മാത്രം മതി കേട്ടോ. കുറേ നാളുകൾ കൂടി ഇന്നൊരു പായസം ഉണ്ടാക്കി. അപ്പോൾ ഇത് ഇവിടെ ഇരുന്നപ്പോൾ ഒന്ന് ആറട്ടെ കേട്ടോ. അപ്പോഴേക്കും നിൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് കാപ്പി കുടിച്ചിട്ടൊക്കെ എടുക്കാം ഇത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പറയുകയാണ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞൊരു വീഡിയോക്ക് ഒരു അച്ചാറിൻ്റെ വീഡിയോക്ക് 200 അത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരാൾ പോലും ലൈക്കും ചെയ്തിട്ടില്ല, കമൻറ്റും ചെയ്തിട്ടില്ല, ഒരു സബ്സ്ക്രൈബ് പോലും വന്നിട്ടില്ല. പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണേ. സബ്ബായിട്ട് സഹായിക്കുക, ലൈക്കായിട്ട് സഹായിക്കുക, കമൻറ്റായിട്ട് സഹായിക്കുക. ഓക്കെ, ഞാൻ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. കുക്കിംഗ് മാത്രം എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂട്ടാ, നിൻ്റെ ബർത്ത്ഡേ കേട്ടോ. അമ്മയ്ക്ക് വേറൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പം അമ്മ ഇത് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, സേമിയ പായസം.
ഇതുണ്ടാക്കി എല്ലാവർക്കും കുറച്ച് കൊടുക്കണം കേട്ടോ. നീ ഇത് കണ്ടോ കേട്ടോ. നിനക്ക് തരാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എങ്കിലും നീ കഴിച്ചതായിട്ട് തന്നെ ഞാൻ സങ്കല്പിക്കുകയാണ് ഇതെല്ലാവർക്കും കൊടുത്തിട്ട് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസമെങ്കിലും നീ എന്നോട് ദേഷ്യപ്പെടരുതേ. അപ്പോൾ ബൈ.